മുരിക്കാട്ടുകുടി സ്കൂളിലെ ലിൻസി ടീച്ചർ ശിഷ്യർക്ക് ഓണസമ്മാനമായി വീട് നിർമ്മിച്ചു നൽകി. അധ്യാപക ദിനം കൂടിയായ തിരുവോണ ദിനത്തിലാണ് ശിഷ്യർക്ക് വീട് നൽകിയത്. ലിൻസി ടീച്ചർ വിദ്യാർത്ഥികൾക്കായി നിർമ്മിക്കുന്ന 10ാമത്തെ വീടാണിത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപിക ലബക്കട കൊച്ചുപറമ്പിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ ലിൻസി ജോർജ് ഈ വർഷത്തെ തിരുവോണ അധ്യാപക ദിനത്തിൽ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ നൽകി. അധ്യാപക ദിനത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് തിരുവോണ നാളിൽ വീടിന്റെ താക്കോൽ ദാനവും നിർവഹിച്ചു. 7.5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്കായി വീട് നിർമ്മിച്ചത്. ക്യാൻസർ ബാധിച്ച് മാതാവിനെ നഷ്ടപ്പെട്ട് 6-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ മാതൃ സഹോദരിയുടെ സംരക്ഷണയിലാണ് കഴിഞ്ഞിരുന്നത്. പ്രായാധിക്യവും രോഗബാധിതനുമായ വല്യപ്പനും കിടപ്പ് രോഗിയുമായ വല്യമ്മയും ഒപ്പമുള്ള കുടുംബം ചോർന്നൊലിക്കുന്ന മൺകെട്ട വീട്ടിൽ കഴിയേണ്ടി വന്ന ഇവരുടെ ദുരവസ്ഥ അധ്യാപകരായ TC വിജിയും ലിൻസി ജോർജും ഭവന സന്ദർശനത്തിനിടെ കണ്ടെത്തി. ഇതോടെ ലിൻസി എന്ന അധ്യാപികയുടെ അമ്മ മനസ്സുണർന്നു. ഇക്കാര്യം ലിൻസി ടീച്ചർ അമേരിക്കയിലെ ചിക്കോഗയിൽ താമസിക്കുന്ന വൈക്കം സ്വദേശികളായ റീത്ത ജോർജ്, ആന്റണി ജോർജ് എന്നീ ദമ്പതികളെ അറിയിച്ചു. തുടർന്ന് ഇവരുടെ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന മകൾ എമി ജോർജിന്റെ സഹായത്താലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എമി ജോർജിന്റെ സുമനസ്സും ലിൻസി ജോർജിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ഒത്തുചേർന്നപ്പോൾ 2 വിദ്യാർത്ഥികൾക്ക് അടച്ചുറപ്പുള്ള ഭവനം യാഥാർത്ഥ്യമായി. ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട ശിഷ്യർക്ക് 10 വീടുകളാണ് സുമനസ്സുകളുടെ സഹായത്തോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ചോർന്നൊലിക്കുന്ന മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടാണ് അവർക്കാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ച് നൽകുന്നത്. നമ്മുടെ അഭ്യർത്ഥന പ്രകാരം അമേരിക്കയിൽ താമസിക്കുന്ന വൈക്കം സ്വദേശികളായ റീത്ത, ആന്റണി ദമ്പതികളുടെ മകൾ എമി ജോർജാണ് നമുക്ക് ഈ വീടിന് വേണ്ട സഹായം ചെയ്തു തന്നത്. ടീച്ചറിന്റെ സാമൂഹ്യ പ്രതിബദ്ധത നാടിനും നാട്ടുകാർക്കും മാതൃകയാണ്. മുരിക്കാട്ടുകുടി സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല സമീപ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായും ടീച്ചറിന്റെ സഹായ ഹസ്തം നീണ്ടിരുന്നു. വീടില്ലാതെ ഒരു കുട്ടിയുടെയും പഠനം ദുരിതത്തിലാകരുതെന്ന ദീർഘവീക്ഷണമാണ് അമ്മ മനസ്സിന്റെ ഉടമയായ ടീച്ചറിനെ കൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. തന്റെ കുട്ടികളെ പോലെ മറ്റു കുട്ടികളെയും കരുതലോടെ സംരക്ഷിക്കുന്ന ടീച്ചർ ദേവതുല്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദ്യാർത്ഥികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നിരവധി പദ്ധതികളും ടീച്ചർ ഒരുക്കുന്നുണ്ട്. കൂട്ടായ സഹകരണത്തോടുകൂടെയാണ് ഇങ്ങനെ ഒരു വീട് സഫലമായത്. തീർച്ചയായും അത് പ്രിയപ്പെട്ടവർക്കൊരു വളരെ ആശ്വാസകരമാണ്. വിദ്യാർത്ഥികൾക്ക് വീട് സമ്മാനിക്കുന്ന ലിൻസി ജോർജിന്റെ പ്രവർത്തനം അധ്യാപന പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ജീവിതം തന്നെ വിദ്യാർത്ഥികൾക്ക് കരുത്തായി സമ്മാനിക്കുകയാണ് എന്ന വലിയ സന്ദേശമാണ് സമൂഹത്തിന് ടീച്ചർ പകർന്നു നൽകുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.